ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ചാണ്. ഈജിപ്ത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നാഗരികതകളിലൊന്നാണ്. പേർഷ്യൻ, ഗ്രീക്ക്, റോമൻ, ഇസ്ലാമിക ഭരണത്തിന് കീഴിലായിരുന്ന ഈജിപ്റ്റ് 1517 ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി മാറി. കെമെറ്റ് സംസ്കാരമെന്നും കറുത്ത ഭൂമി സംസ്കാരമെന്നും ഈജിപ്ഷ്യൻ സംസ്കാരം അറിയപ്പെടുന്നു. ലോക പ്രശസ്ത ചരിത്രകാരനും ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുമായ അർണോൾഡ് ഷേൺബി ചരിത്രത്തിൻ്റെ ഒരു പഠനം എന്ന തൻ്റെ പ്രസിദ്ധമായ പുസ്തകത്തിൽ 19 നാഗരികതകളെക്കുറിച്ച് അപഗ്രഥനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മാനവ സംസ്കാരത്തിൻ്റെ വളർച്ച ആരംഭിക്കുന്ന ഈജിപ്ഷ്യൻ സംസ്കാരം മുതലാണ്. കല, സാഹിത്യ, ശില്പവിദ്യ, ഭരണക്രമം എന്നിവയിൽ ഗ്രീക്കോ റോമോ ഈജിപ്തിനോട് കടപ്പെട്ടിരിക്കുന്നു. ഈജിപ്ഷ്യൻ സംസ്കാരം, കല, വാസ്തുവിദ്യ എന്നിവ ലോകമെമ്പാടുമുള്ള ആളുകളെ ആകർഷിച്ചിട്ടുണ്ട്. ഈജിപ്തിലെ പിരമിഡുകളും സ്ഫിങ്ക്സും ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സ്മാരകങ്ങളിൽ ചിലതാണ്. വടക്കേ ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് ഈജിപ്ത്. BC 3100-നും BC 1000-നും ഇടയിൽ ആഫ്രിക്കയുടെ വടക്ക് നൈൽ തീരത്ത് രൂപം കൊണ്ടൊരു സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. വെള്ളപ്പൊക്കത്തിലൂടെ നൈൽ നദിയുടെ ഇരുകരകളിലും എക്കൽ മണ്ണ് അടിഞ്ഞുകൂടിയിരുന്നു. ഇത് കൃഷിക്ക് വളരെ അനുയോജ്യമായ മണ്ണാണ്. കാർഷികോൽപ്പന്നങ്ങൾ വർദ്ധിച്ച തോതിൽ ഉൽപ്പാദിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇത് ഈ സംസ്കാരത്തിൻ്റെ വളർച്ചയുടെ നിർണായക ഘടകമാണ്. നൈലിൻ്റെ ദാനം എന്നാണ് ഈജിപ്ത് അറിയപ്പെടുന്നത്. ഈജിപ്തിന് നൈലിൻ്റെ ദാനം എന്ന് വിശേഷിപ്പിച്ചത് ചരിത്രത്തിൻ്റെ പിതാവായ ഹെറോഡോട്ടസ് ആണ്. പിരമിഡുകളുടെ നാട് എന്ന് ഈജിപ്ത് അറിയപ്പെടുന്നു. അപ്പർ ഈജിപ്റ്റ്, ലോവർ ഈജിപ്റ്റ് എന്നീ 2 പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് ഈജിപ്തിനെ ഒറ്റ സാമ്രാജ്യമാക്കി മാറ്റിയ ഭരണാധികാരിയാണ് മെനസ്. പ്രാചീന ഈജിപ്തിൻ്റെ തലസ്ഥാനം മെംഫിസ് ആയിരുന്നു. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതകൾ മമ്മികൾ, ഫറവോ, പിരമിഡുകൾ, സ്ഫിങ്സ് എന്നിവയാണ്. ഈജിപ്തിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശി ലിനൻ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന മൃതശരീരങ്ങളാണ് മമ്മികൾ. ഈജിപ്ഷ്യൻ ഭരണാധികാരികളുടെ സ്ഥാനപ്പേര് ഫറവോ എന്നായിരുന്നു. ഫറവോ എന്ന വാക്കിൻ്റെ അർത്ഥം മഹത്തായ വീട് അല്ലെങ്കിൽ മഹാമന്ദിരത്തിൽ താമസിക്കുന്ന ആൾ എന്നെല്ലാമാണ്. ഈജിപ്തിലെ ജനങ്ങൾ ഫറവോയെ ഭൂമിയിലെ ദൈവമായി ആരാധിച്ചിരുന്നു. ഫറവോമാരുടെ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. ഈജിപ്തുകാർ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നു. ശസ്ത്രക്രിയയെക്കുറിച്ച് അവർക്ക് അറിയാമായിരുന്നു. മൃതശരീരത്തിൻ്റെ കൂടെ അവർ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളും വസ്ത്രങ്ങളും നിക്ഷേപിച്ചിരുന്നു. ഏറ്റവും വലിയ പിരമിഡ് ഗിസയിലെ ഗുഫു പിരമിഡാണ്. BC 2589 മുതൽ BC 2586 വരെ ഈജിപ്ത് ഭരിച്ച ഭരണാധികാരിയായിരുന്നു ഗുഫു. ഈജിപ്തിൻ്റെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി തുത്തുമോസ് മൂന്നാമനായിരുന്നു. ഈജിപ്ഷ്യൻ സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു തൂത്തൻഖാമൻ. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പ്രധാന സംഭാവനകളാണ് സൗര കലണ്ടർ, സൂര്യഘടികാരം, ദശാംശ സമ്പ്രദായം, ജലഘടികാരം, ഹൈറോഗ്ലിഫ്സ് ലിപി എന്നിവ. മാനവ ചരിത്രത്തിലെ ആദ്യത്തെ പഞ്ചാംഗ എന്ന് അറിയപ്പെടുന്നത് സൗര കലണ്ടറാണ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി. പരിശുദ്ധമായ എഴുത്ത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇത് ആദ്യമായി വായിച്ചത് ഫ്രഞ്ച് ഹിസ്റ്റോറിയനായ ചമ്പോളിനാണ്. പാപ്പിറസ് ചെടിയുടെ ഇലയിലാണ് ഇവർ എഴുതിയിരുന്നത്. സങ്കലന, വ്യവകലന, സൗരപഞ്ചാംഗം, ദശാംശ സമ്പ്രദായം എന്നിവ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ സംഭാവനകളാണ്. സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടറായിരുന്നു ഇവരുടേത്. അക്ഷരവിദ്യയുടെ ഉത്ഭവവും മാനവ ചരിത്രത്തിലെ ആദ്യത്തെ പഞ്ചാംഗവും ഈജിപ്തിലാണ് ആരംഭിച്ചത്. നിഴലിനെ അടിസ്ഥാനമാക്കി സമയം നിർണ്ണയിക്കുന്ന സൂര്യഘടികാരവും ജലപ്രവാഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമയം നിർണ്ണയിക്കുന്ന ജലഘടികാരം വാട്ടർ ക്ലോക്കും ആദ്യമായി ഗ്ലാസും കടലാസും നിർമ്മിച്ചത് ഈജിപ്തിലാണ്. ത്രികോണം, ചതുര എന്നിവയുടെ വിസ്തൃതി കണക്കാക്കാൻ അറിയാമായിരുന്ന സംസ്കാരമായിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരം. ഈജിപ്ഷ്യൻ ശില്പകലയുടെ പ്രതീകമാണ് സ്ഫിങ്സ്. സിംഹത്തിൻ്റെ ഉടലും മനുഷ്യൻ്റെ മുഖവും ചേർന്ന ഭീമാകാരമായ പ്രതിമയാണ് സ്ഫിങ്സ്. പിരമിഡുകൾ ഈജിപ്ഷ്യൻ രാജാക്കന്മാരുടെ ശവകുടീരങ്ങളായിരുന്നു. കല്ലുകളാലോ മൺകട്ടകളാലോ നിർമ്മിക്കപ്പെട്ട ഈജിപ്തിലെ പിരമിഡുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതിയാണ്.
പിരമിഡുകളെ പുരാതന ഈജിപ്തിൽ മെർ എന്നാണ് വിളിച്ചിരുന്നത്. കർണക്ഷേത്രം, ലക്സർ ക്ഷേത്രം, അബു സിംബലിലെ ക്ഷേത്രം എന്നിവ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണങ്ങളാണ്. ഏറ്റവും പ്രധാന ദൈവം സൂര്യദേവനായ റ ആയിരുന്നു. ഈ ദൈവത്തിന് വേണ്ടി നിർമ്മിച്ച ക്ഷേത്രമാണ് അബു സിംബൽ ക്ഷേത്രം. ഉദയസൂര്യക്ഷേത്രം എന്നും ഇത് അറിയപ്പെടുന്നു. ഇനി ഈജിപ്തിലെ ഭരണാധികാരികളെക്കുറിച്ചാണ്. ലോകത്തിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി എന്നറിയപ്പെടുന്ന ഈജിപ്തിലെ ഭരണാധികാരിയായ റാണി ഹാട്ഷെത്സൂത്താണ്. 1503 മുതൽ BC 1482 വരെയാണ് ഇവരുടെ ഭരണകാലം. അക്നാട്ടൻ എന്നറിയപ്പെടുന്ന ഈജിപ്തിലെ ഭരണാധികാരി അയൺഹോട്ടപ്പ് 4-മനായിരുന്നു. സൂര്യനെ അടിസ്ഥാനമാക്കിയാണ് ഇവർ കലണ്ടർ നിർമ്മിച്ചിരുന്നത്. ഒരു വർഷത്തിൽ 365 ദിവസങ്ങളായി കണക്കാക്കിയിരുന്നു. 30 ദിവസങ്ങളിലെ 12 മാസങ്ങളായി ഒരു വർഷത്തെ വിഭജിച്ചിരുന്നു. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന കൃഷിയാണ്. വളരെ റിച്ചായിട്ടുള്ള കൃഷിയിടങ്ങളാണ് അവർക്കുണ്ടായിരുന്നത്. BC 2680 മുതൽ BC 2560 വരെ ഭരിച്ച 4 രാജവംശത്തിൻ്റെ കാലത്താണ് ഈജിപ്തിലെ പ്രധാന പിരമിഡുകൾ നിർമ്മിച്ചത്. മാസിഡോണിയൻ ഭരണാധികാരിയായ അലക്സാണ്ടർ ഈജിപ്റ്റ് ആക്രമിച്ച വർഷം BC 332 അലക്സാണ്ടർ നൈൽ നദിയുടെ തീരത്ത് സ്ഥാപിച്ച നഗരമാണ് അലക്സാണ്ട്രിയ. ലോകത്തിലെ ആദ്യത്തെ ലൈറ്റ് ഹൗസ് എന്നാണ് അലക്സാണ്ട്രിയ അറിയപ്പെടുന്നത്. അലക്സാണ്ടറുടെ മരണശേഷം ഈജിപ്ത് അദ്ദേഹത്തിൻ്റെ ഗവർണർമാർ ഭരിക്കുകയും പിന്നീട് BC 1-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിൻ്റെ ഭരണം റോമൻ ചക്രവർത്തിയായ ജൂലിയസ് സീസറിൻ്റെ കൈകളിലെത്തുകയും ചെയ്തു. തുടർന്ന് ക്ലിയോപാട്ര ഭരിക്കുകയും ഭരണം റോമിൻ്റെ കൈകളിൽ ആവുകയും ചെയ്തു. ഇന്ത്യയെ കൂടാതെ താമര ദേശീയ പുഷ്പമായ മറ്റൊരു രാജ്യമാണ് ഈജിപ്ത്. ഈജിപ്തിൻ്റെ തലസ്ഥാനം കെയ്റോ ആണ്. ഒരിക്കലും ഉറങ്ങാത്ത നഗരം എന്നാണ് കെയ്റോ അറിയപ്പെടുന്നത്. അറബ് ലീഗിൻ്റെ ആസ്ഥാനം കെയ്റോ ആണ്. ഈജിപ്തിൻ്റെ ഉയർച്ചയും തകർച്ചയും നൈൽ നദിയിലെ വെള്ളപ്പൊക്കത്തെ ആശ്രയിച്ചായിരുന്നു.